നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്നും ആശ്വാസം. കേരളത്തിൽ 7 ജില്ലകളിൽ മഴ. ചൂട് കൂടും. ചൂടിന് ആശ്വാസമായി ഇന്നും കേരളത്തിൽ മഴയെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. 7 ജില്ലകളിലാണ് മഴ പ്രവചിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ മുന്നറിയിപ്പിന് പിന്നാലെ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം സംസ്ഥാനത്ത് ഉയർന്ന തിരമാല ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതേസമയം 11 ജില്ലകളിൽ ഈ മാസം 7 വരെ ഉയർന്ന താപനില മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കൊല്ലം, പാലക്കാട്, കോഴിക്കോട്, പത്തനംതിട്ട, ആലപ്പുഴ, കണ്ണൂർ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കെ ശൈലജയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു. പോലീസ് കേസ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കെതിരായ സോഷ്യൽ മീഡിയ അധിക്ഷേപത്തിൽ പോലീസ് കേസെടുത്തു. മിൻഹാജ് പാലോളി എന്നയാളുടെ പേരിലാണ് വടകര പോലീസ് കേസെടുത്തിരിക്കുന്നത്. വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന പരാതിയിന്മേലാണ് നടപടി. കെ ശൈലജയെ വടകരയിൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതിന് പിന്നാലെ ലൈംഗിക ചുവയോടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നായിരുന്നു പരാതി. വടകര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയാണ് പോലീസിൽ പരാതി നൽകിയത്. IPC 153, കേരള പോലീസ് ആക്ട് 120O വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. മാസപ്പടി വിവാദം. മുഖ്യമന്ത്രിക്കും മകൾക്കും ഇന്ന് നിർണായകം. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയിൽ വിധി ഇന്ന്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് വിധി ഇന്ന് പറയുന്നത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഫെബ്രുവരി 29 മാത്യു കുഴൽനാടൻ ഹർജി സമർപ്പിച്ചത്. ധാതുമണൽ ഖനനത്തിനായി CMRL കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി ലഭിച്ചുവെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. രേഖകൾ ഉൾപ്പെടെ മാത്യു പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ വിജിലൻസ് തയ്യാറായില്ല. തുടർന്ന് കോടതി ഇടപെട്ട് കേസെടുപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ കോടതിയെ സമീപിച്ചത്. പിണറായി വിജയനും മകൾ വീണയുമടക്കം 7 പേരാണ് കേസിലെ എതിർകക്ഷികൾ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. CPM നേതാവ് ഇന്ന് EDക്ക് മുന്നിൽ ഹാജരായേക്കും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM നേതാവ് PK ബിജു ഇന്ന് EDക്ക് മുന്നിൽ ഹാജരായേക്കും. ഇന്ന് രാവിലെ കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് PK ബിജുവിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഹാജരാകുന്നതിന് തടസ്സം അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളൊന്നും ഇതുവരെ ED ഓഫീസിൽ ലഭിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് സമയത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് ഒഴിവാക്കാനുള്ള തീരുമാനമാണ് CPM നേതൃത്വത്തിനുള്ളതെന്നറിയുന്നു. എന്നാൽ രാവിലെ PK ബിജു EDക്ക് കത്ത് നൽകാനും സാധ്യതയുണ്ട്. അതിനിടെ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിന് വീണ്ടും ED നോട്ടീസ് ലഭിച്ചു. ഇന്നലെ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും തിരഞ്ഞെടുപ്പ് ചുമതല ഉള്ളതിനാൽ ഈ മാസം 26 വരെ ഹാജരാകാൻ സാധിക്കില്ല എന്ന് MM വർഗീസ് അറിയിക്കുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് വർഗീസിന് വീണ്ടും നോട്ടീസ് ലഭിച്ചത്. TTക്ക് നേരെ വീണ്ടും ആക്രമണം. TTയുടെ മുഖത്ത് ഭിക്ഷാടകൻ മാന്തി. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പുറപ്പെട്ട ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിൽ ഇന്ന് രാവിലെയാണ് സംഭവമുണ്ടായത്. ഒരു ഭിക്ഷക്കാരൻ TTയുടെ കണ്ണിന് സമീപം മാന്തുകയായിരുന്നു. ട്രെയിൻ നീങ്ങി തുടങ്ങിയ ഉടനെയായിരുന്നു ആക്രമണം. പിന്നാലെ ഭിക്ഷക്കാരൻ ചാടി രക്ഷപ്പെട്ടു. ആദ്യം ഇയാൾ യാത്രക്കാരും കച്ചവടക്കാരുമായി പ്രശ്നമുണ്ടാക്കി. ഇയാളുടെ പക്കൽ ടിക്കറ്റും ഉണ്ടായിരുന്നില്ല. ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഇയാൾ TTയുടെ മുഖത്ത് മാന്തിയത്. പിന്നാലെ നീങ്ങി തുടങ്ങിയ ട്രെയിനിൽ നിന്നും ഇയാൾ പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. ജെയ്സൺ തോമസ് എന്ന TTയാണ് ആക്രമിക്കപ്പെട്ടത്. ടിക്കറ്റ് ചോദിച്ചതിന് TTയെ വിനോദിനെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊന്ന ദാരുണ സംഭവത്തിന് ഞെട്ടലിൽ നിന്ന് മാറുന്നതിന് മുമ്പാണ് വീണ്ടും TTയ്ക്ക് നേരെ ആക്രമണമുണ്ടാകുന്നത്.